ഓക്കെ, നമ്മൾ എവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയേ? ഡിവിഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ അല്ലേ? 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി 3 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെയാ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 66. 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മിസ് പേജ് നമ്പർ 66. um, 732 divided by 4. 732 divided by 4. ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആദ്യം ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ഇവിടെ 7നെയാണ് ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് 7ൽ നിന്ന് നമുക്ക് എത്ര തവണ 4 മാറ്റി വെക്കാൻ പറ്റും? എത്ര തവണ മാറ്റി വെക്കാൻ പറ്റും? 7ൽ നിന്ന് എത്ര തവണ 4 മാറ്റി വെക്കാൻ പറ്റും? ഒരു ടൈം, ഒരു തവണ മാത്രമേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു തവണ മാറ്റി വെച്ചാൽ ബാക്കി അവിടെ 1 4 4 മാറ്റി വെച്ചാൽ 3 ബാക്കി ഉണ്ടാവും. 2 തവണ 4 എടുക്കണമെങ്കിൽ അവിടെ 8 വരണം. ഇവിടെ 7 മാത്രമേ ഉള്ളൂ. ഒരു തവണ മാത്രമേ 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇനി ആ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 7ന്റെ നേരെ താഴെ എഴുതി സബ്ട്രാക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് 7 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഡിജിറ്റ് നേരെ താഴേക്ക് എടുത്ത് എഴുതാം. ആ നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡറിന്റെ കൂടെ തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് നേരെ താഴേക്ക് എടുത്ത് എഴുതാം. ഇനി നമ്മൾ ഈ 33നെ വേണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 33 കിട്ടുന്നത് നോക്കിയാൽ മതി. 33 അല്ലെങ്കിൽ 33ന്റെ അടുത്ത് വരുന്ന 33നേക്കാളും ചെറിയ നമ്പർ കിട്ടുന്നത് 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ കിട്ടുക? 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 8 4 32ഉം 9 4 36ഉം ആണ്. അപ്പൊ 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 8 ആണോ 9 ആണോ? നെക്കാളും ചെറിയ നമ്പർ കിട്ടുന്നത് വേണം നോക്കാൻ. അപ്പോ 8 ആണ് 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക. 8 into 4 32. 8 into 4 32. ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1 0. ആ 0 നമുക്ക് ആവശ്യമില്ല. 1 33ന്ന് 32 മൈനസ് ചെയ്താൽ 1 കിട്ടി. ഇനി എന്ത് ചെയ്യണം? 3 അല്ലേ നമ്മളിപ്പോ ലാസ്റ്റ് കൺസിഡർ ചെയ്ത ഡിജിറ്റ്. ആ ഡിജിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന 2 എന്ന് പറയുന്ന ഡിജിറ്റ് നേരെ താഴേക്ക് എടുത്തെഴുതാം. നേരെ താഴേക്ക് എടുത്തെഴുതി. ഇനി ഇവിടെ വരുന്ന 12നെ വേണം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ.
12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്നേ നോക്കിയാൽ മതി. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുക? 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്നേ? എത്ര കൊണ്ടാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് നേരെ ആ 2ന്റെ നേരെ മേലെ എഴുതുക. 3 × 4 12. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 കഴിഞ്ഞിട്ട് വേറെ ഡിജിറ്റ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. 3 ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ 3 ഡിജിറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? ചെയ്തില്ലേ? ലാസ്റ്റ് നമുക്ക് ഇവിടെ 0 എന്നും കിട്ടി. അതായത് ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല. വേറൊരു എക്സാമ്പിൾ നോക്കാം. 360 divided by 3. എളുപ്പമാണ് ചെയ്യാൻ. 360 divided by 3. ആദ്യം നമ്മൾ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇനി 1 × 3 3 എന്ന് എഴുതുക. മൈനസ് ചെയ്താൽ 0. 6 താഴേക്ക് എടുത്ത് എഴുതി. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 × 3 6. അഗെയിൻ നമുക്ക് 0 കിട്ടി. അടുത്ത 0 താഴേക്ക് എടുത്ത് എഴുതി. 0നെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ആൻസർ 0 തന്നെയായിരിക്കും. 0 × 3 0. അപ്പൊ ലാസ്റ്റ് നമുക്ക് 0 കിട്ടി. ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ എക്സസൈസ് 1.6 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞേ. അടുത്തത് 884 divided by 4. 884 divided by 4. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 എന്ന് കിട്ടി. 2 × 4 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0. അടുത്ത 8 രണ്ടാമത്തെ പ്ലേസിൽ വരുന്ന 8 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 × 4 8. 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4നെ താഴേക്ക് എടുത്ത് എഴുതി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടുന്നു. 1 × 4 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തത് 848. നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും. 848 divided by 4. അതൊന്ന് ചെയ്ത് നോക്കിയേ. 848 divided by 4. (848 divided by 4). ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2. 2 × 4 8.
സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. നെക്സ്റ്റ് പ്ലേസിലുള്ള 4 നമ്മൾ എടുത്തെഴുതി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. 1 into 4 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. തൊട്ടടുത്ത പ്ലേസിലുള്ള 8 നമ്മൾ എടുത്തെഴുതുന്നു. താഴേക്ക് എടുത്തെഴുതി. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. 2 into 4 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ആൻസർ 212. കിട്ടിയായിരുന്നോ? 212 കിട്ടിയായിരുന്നോ? ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞുതരാം. $324 divided by 4. 324 divided by 4. എങ്ങനെ ചെയ്യും? 3നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 3നേക്കാളും ചെറുതാണ്, 4നേക്കാളും ചെറുതാണ് 3. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യും. 3ഉം 2ഉം 32. 32നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 4നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടുന്നത് നോക്കിയാൽ മതി. 4നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടുക? ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടാം. അപ്പോൾ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടി. 8 into 4 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 0. അടുത്ത 4 നമ്മൾ താഴേക്ക് എടുത്തെഴുതി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1 into 4 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പൊ ആദ്യത്തെ ഡിജിറ്റിനെ നമ്മളുടെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, 153 ഒന്ന് ചെയ്ത് നോക്കിയേ. 153 divided by 3. 153 വേണ്ട, 156 ആയിക്കോട്ടെ. 156 divided by 3 ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പൊ പറഞ്ഞതുപോലെ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ലല്ലോ. അപ്പോ തൊട്ടടുത്ത ഡിജിറ്റ് കൂടി നോക്കുക. അപ്പൊ 15 ആയി. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 3യെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുക? ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുക? 3 into 5. 3 into 5 ആണ് 15. 5 into 3 15. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. നമ്മൾ 6 എടുത്തെഴുതി. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 into 3 6. ഡിവൈഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ആൻസർ 52. ആൻസർ 52. ഓക്കെ,
അപ്പൊ 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചില്ലേ? കിട്ടിയില്ലേ? ഇനി നമ്മൾ ഇത്രയും നേരം സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 0 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ 0 കിട്ടി, ഇവിടെ 0 കിട്ടി. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ബാക്കി വരുന്നില്ല. അതാണ് ഈ 0 കിട്ടി എന്ന് പറയുന്നത്. ഇതാ ഇവിടെ എല്ലാം 0 ആണ് ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് അടിയിൽ വരുന്നത്. ഇനി അങ്ങനെ വെച്ചാൽ എന്താ 0 കിട്ടുന്നു എന്ന് പറഞ്ഞാല് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ബാക്കി വരുന്നില്ല. ഇപ്പൊ 10 ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 5 പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്താൽ, 2 വീതം കൊടുത്താൽ ഈക്വൽ ആയിട്ട് 5 പേർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അവിടെ ബാക്കി മുട്ടായി ഒന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ 10 ചോക്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് 3 ഫ്രണ്ട്സും ഉണ്ട്. നിങ്ങളുടെ കയ്യില് 10 ചോക്ലേറ്റ്സ് ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 10 ചോക്ലേറ്റ്സ് ഉണ്ട്, 3 ഫ്രണ്ട്സും ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആദ്യത്തെ ഒരു ഫ്രണ്ടിന് 3 ചോക്ലേറ്റ് കൊടുത്തു, രണ്ടാമത്തെ ഫ്രണ്ടിന് 3 ചോക്ലേറ്റ് കൊടുത്തു, മൂന്നാമത്തെ ഫ്രണ്ടിന് 3 ചോക്ലേറ്റ് കൊടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു ചോക്ലേറ്റ് ബാക്കിയുണ്ട്. 3 ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് 10 ചോക്ലേറ്റ്സും ഉണ്ട്. 10 ചോക്ലേറ്റ്സ് 3 ഫ്രണ്ട്സിന് ഈക്വൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ 3 വീതമേ കൊടുക്കാൻ പറ്റുള്ളൂ, 4 വീതം കൊടുക്കാൻ പറ്റില്ല. 2 വീതം കൊടുത്താലും കുറെ ബാക്കി വരും. അപ്പൊ 3 വീതം നിങ്ങൾ കൊടുത്തു, ബാക്കി ഒരു ചോക്ലേറ്റ് വന്നു. ആ ബാക്കി വരുന്ന ഒരു ചോക്ലേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റിമൈൻഡർ. REMAINDER. എന്താ പറയാ? റിമൈൻഡർ. അതായത് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 3. 10നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3. 3 ആൻസർ കിട്ടി. റിമൈൻഡർ എത്ര വന്നു? റിമൈൻഡർ എത്ര ചോക്ലേറ്റ് ബാക്കി വന്നിട്ടുണ്ട്? ഒരു ചോക്ലേറ്റ്. റിമൈൻഡർ 1. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ, അതായത് കോഷ്യന്റ് 3 എന്ന് കിട്ടും, റിമൈൻഡർ 1 എന്നും കിട്ടും. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയോ വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡിവിഡൻഡ്, ഡിവൈസർ, പിന്നെന്താ? കോഷ്യന്റ്, ഇനി ഒന്നുകൂടി ഉണ്ട് ഡിവിഷൻ പ്രോസസ്സിൽ ഒരു വേർഡും കൂടി ഉണ്ട്, റിമൈൻഡർ. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ഓക്കെ, അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. $75 divided by 2. 75 divided by 2. 7നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 3 into 2 6. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. 5 താഴേക്ക് എടുത്ത് എഴുതി. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 2 2 2s are 4, 3 2s are 6, 4 2s are 8,
5 2s are 10, 6 2s are 12, 7 2s are 14. അപ്പൊ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 7 2s are 14. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് വരും. 75ൽ 7നെ ഡിവൈഡ് ചെയ്തു, 5നെ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് അങ്ങോട്ട് ഡിജിറ്റ് ഒന്നുമില്ല. അപ്പൊ 1ന്റെ കൂടെ ആഡ് ചെയ്യാൻ വേറെ ഡിജിറ്റ് ഒന്നുമില്ല. അതായത് ഹിയർ 1 ഈസ് ദി റിമൈൻഡർ. നമ്മൾ 75നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 37 എന്ന് കിട്ടി. റിമൈൻഡർ 1 എന്നും കിട്ടി. ഇതെല്ലാരും ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേ. ഡിവിഡൻഡ് 75, ഡിവൈസർ 2, quotient 37, remainder 1. ഈ ക്വസ്റ്റ്യനും ഇതുപോലെ ആരോ മാർക്ക് ഇട്ടിട്ട് ഒന്ന് എഴുതി വെച്ചേ. ഡിവിഡൻഡ് 75, ഡിവൈസർ 2, quotient 37, റിമൈൻഡർ 1. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. പേജ് നമ്പർ 66, എക്സസൈസ് 1.6, 1 2 3 നമ്മൾ ചെയ്തു. 4 5 6 7 8 9 10 ഇത്രയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.